ഹായ് ബ്രോ, ഞാൻ ഫേസ്ബുക്കില് അല്ല മറ്റേ ഇതിലുണ്ടല്ലേ, ഒരു സെക്കൻഡ്. ഇപ്പം വരുന്നുണ്ട്. ഹായ് പ്രതീഷ് ബ്രോ, എന്താണ്ട്, എവിടെയാണ്? ഇന്ന് ഇച്ചിരി കറിയും കാര്യങ്ങളൊക്കെ വെക്കണം, അതിൻ്റെ ചെറിയൊരു പരിപാടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആശ എന്താണ്ട്, കറി വെക്കണം, കറി വെക്കാനുള്ള ചെറിയൊരു പരിപാടിയിലാണ്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എത്ര മണിയാണ് നാട്ടിൽ? ഇപ്പോൾ എത്ര മണിയായി? നാട്ടിൽ സിസ്റ്റം ഭയങ്കര ഹാങ്, അതാണ് വിഷയം.
അൻസാർ സലീം അപ്പു ഹായ് ഇപ്പോൾ ഇത് സിസ്റ്റം ഭയങ്കര സ്ലോ, അതിൻ്റെയാണ്. കുറച്ച് നേരം കൊണ്ട് ഷെയർ ചെയ്യാൻ നടക്കുന്നില്ല. റൂമിലാണ് ഞാനിപ്പോൾ. നോക്കട്ടെ, ഒരു സെക്കൻഡ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ. ഷെയറിങ് നടക്കാത്ത സാരി നളപാചകം ആണോ അജി കേസി? പിന്നെ അല്ലാതെ നളപാചകമാണ്. ഞാൻ മറ്റേ യൂട്യൂബിൽ ലൈവ് ഇട്ടുകൊണ്ടിരുന്നത്, അതിൽ വന്നതാണ്. അപ്പോൾ അതിൽ ഷെയർ ചെയ്യാൻ നോക്കിയതാ ഇതിലോട്ട്. അതിൽ വരുന്നില്ല, ഷെയർ ആവുന്നില്ല. എന്താ പറ്റിയെന്നറിയാമേ. അതിലാവുന്നില്ല. ഉമ്മ ഇടയെ വന്നുള്ളൂ. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ടുഡേ ഓഫാണോ? എന്നും ഓഫാ ബ്രോ. ടുഡേ മാത്രമല്ല, എന്നും ഓഫാണ്. പിന്നെ വേറെന്താണ്? അപ്പം ആഹാരം വയ്ക്കാനുള്ള ചെറിയൊരു പരിപാടിയിലാണ്. ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയായിരുന്നു ഞാൻ പറഞ്ഞ. അതിലൊന്ന് കയറി നോക്കേ. അതിൽ കുറേ നാട്ടിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് സെറ്റ് ആവുന്നില്ല. അവരോട് വീഡിയോ ഇട്ടിട്ട് അതൊന്നും കാണിക്കുന്നില്ല. അതിൽ നമ്മളെ ഇന്നൊരു കറി ഉണ്ടാക്കണം, വെറൈറ്റി കറി ആയിരിക്കും അത്. വാ ബിജു ഹായ് ബ്രോ. അപ്പോൾ ഞാൻ ആ യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കാവോ? യൂട്യൂബിൽ ആ വളയത്തെ സ്നേഹിച്ചതെന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിൽ കയറി നോക്കിയാൽ. ഞാൻ കുറേ നേരം കൊണ്ട് ഇട്ടിട്ടൊന്ന് ആക്റ്റീവ് ആയോന്ന് അറിയാൻ വയ്യ. അത് കേൾക്കുന്നുണ്ടോ അതിൽ? സംശയം. കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്. പിന്നെ കറി വെക്കണം. പയ്യെ വെച്ചാൽ മതി, വൈകുന്നേരത്തേക്ക് മതി. അത് വേറൊരു കാര്യം, വൈകുന്നേരത്തേക്ക് മതി. വൈകുന്നേരത്തേക്ക് മതി, അതാകുമ്പോഴത്തേക്ക് നോക്കാം. സ്ലോ മോഡാണ്. എന്ത് പറ്റിയതറിയാം. ഇതിൻ്റെ അകത്തുണ്ടായി എൻ്റെ മെസ്സേജ് 5 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി എടുത്തോളൂ. കമ്മ്യൂണിറ്റി യൂട്യൂബിൽ സ്ലോ ആണ് സംഭവം, അതാണ്. പിന്നെ കേൾക്കുന്നുണ്ട്. ഹായ് ബ്രോ ദേവരാജ് കേൾക്കുന്നുണ്ട്. ഞാൻ എറണാകുളമാണ് വീട്. ശരി ബ്രോ. അല്ല, ഞാനേ മറ്റേ യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്ട് ഇവിടെ ഇരിപ്പുണ്ട് യൂട്യൂബ്. അപ്പോൾ അത് നോക്കിയത്, അതിൽ കിട്ടുന്നില്ല, ഭയങ്കര സ്ലോ. അതിൽ നോക്കിയതാ. പിന്നെ അതില് കുറേ വീഡിയോ ഇട്ടായിരുന്നു. ഇത് കണക്കാണ് യൂട്യൂബിൽ അങ്ങനെ അതിലും ഇട്ടായിരുന്നു. പിന്നെ
വേറെന്തുണ്ട്? അയ്യാം കേൾക്കാം. ഹായ് മനുമോഹൻ. ഹായ്, അയ്യാം മനു ഫ്രം കൊല്ലം. ആ, ഇത് വലിയ നിലയിലാന്ന് തോന്നുന്നു, ഭയങ്കര ഇംഗ്ലീഷ്. കൊല്ലം അല്ലേ? ഞാനും കൊല്ലം തന്നെ. മുളക് അരി തോനെ മുളക് ഇരിക്കട്ടെ, ഇച്ചിരി എരി ആവശ്യമാണ്. ഇത് 2 ഇനിയുണ്ട്, അത് കണ്ട. ഇത് മതി. പിന്നെ ഇപ്പോൾ എവിടെയാണ് ദേവരാജ്? ഇപ്പോൾ എവിടെയാണ്? ഇപ്പം ദുബായിൽ ഷാർജയിലാണ്. ഭായി ആ യൂട്യൂബിലൊന്ന് കയറി നോക്കാൻ തരുന്നു. ആ യൂട്യൂബിൽ വളർച്ച സ്നേഹിച്ചതെന്ന് പറഞ്ഞതിൽ ഒന്ന് നോക്കിയാൽ അതിൽ ഞാൻ ലൈവ് കേട്ടപ്പോണ്ട് അതിൻ്റെ ഇപ്പോഴും നോക്കെ. പിന്നെ മുളക് ഇന്നെന്താ സ്പെഷ്യൽ ബിജു? അതാണ്ട് യൂട്യൂബിൽ ഇടയ്ക്ക് കാണാം, അതായിരിക്കും. അതിൻ്റെ മുളക് അരിയുന്നതിൻ്റെ സ്റ്റൈല് കണ്ട, അതൊക്കെ വേറെ ലെവലാണ് മുളക് അരിയുന്നതിൻ്റെ സ്റ്റൈല്. ഇന്നെന്താ സ്പെഷ്യൽ? യൂട്യൂബ് തുടങ്ങി കാണാം, ശരിയായിരിക്കും. ഇവിടെ എന്താണെന്ന് അറിയത്തില്ലടെ, ഇവിടെ ഇരിപ്പുണ്ട്, മിണ്ടുന്നില്ല. സ്പെഷ്യലൊന്നുമില്ല. കോളിഫ്ലവർ ഇല്ലേ, കാണാമോ? വൈറ്റ് വെട്ടം അടിക്കുന്നു. കോളിഫ്ലവർ, അപ്പോൾ കോളിഫ്ലവർ വെച്ചിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കാം. വെറൈറ്റി ആയിരിക്കണം എല്ലാ കറിയും. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ വർക്ക് എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഇത് തന്നെ വർക്ക്, ഇതാണ് നടക്കുന്നത് ഇപ്പോൾ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടമ്മ ഓടിക്കാതെ പയ്യ. ഇപ്പോൾ ഇതാണ് വർക്ക്. ഞാൻ എറണാകുളമാണ് വീട്, അതൊക്കെ കേട്ട്. മൈ പ്രോപ്പർ പ്ലേസ് കല്ലുവാതിക്കൽ. ഓക്കെ കല്ലുവാതിക്കൽ. ഇത് ഈ കമൻറ്റ് ഇങ്ങനെ തോന്നാൻ വരുന്നുണ്ടേ, അറിയാൻ വയ്യ. എന്ത് വണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് പച്ചമുളക് അരിയുന്നത്? ദിവസം ഇത് നമ്മളെ ഈ കറിക്ക്, ഇതിനു വേണ്ടി, ഈ സാധനത്തിന് വേണ്ടി, ഇതിനു വേണ്ടി അരിയുന്നത്, മനസ്സിലായോ? ഞാൻ ലാബ് ഐറ്റം എവിടെ? നാട്ടിലാ? ഓക്കെ. ആ യൂട്യൂബിലൊന്ന് നോക്കേ, ശ്രീലാൽ. ആ യൂട്യൂബിലൊന്ന് നോക്കേ. ഞാൻ ഇന്നലെ പറഞ്ഞ വളയത്തെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അധികം ലൈവ് ഒന്ന് നോക്കേ. ഇത് ഈ മെസ്സേജ് പട്ടോട ഓടി പോകുന്നുണ്ട്. കുൽദീപ്, ഹായ് ബ്രോ. മനു, ദീപു എട്ടന് സുഖമാണോ? ആണ്. കാര്യം ഈ കമൻറ്റ് തോന്നാൻ വരുമ്പോഴത്തേക്കുണ്ടല്ലേ നമുക്ക് അത് വായിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായേ? कुलदीप, आप ये मेरा यूट्यूब है ना, वो उसको यूट्यूब फूड रेडी नहीं है, बाद में अभी बनाए. आप ये मेरा यूट्यूब चैनल है ना, थोड़ा सब्सक्राइब करो. वो वलयते स्नेक अभी मेरा फेसबुक में मैं लिंक दिया, वो थोड़ा चेक करो. अभी वो लाइव है, उसका साथ थोड़ा देखो. സമ്മതിക്കണം, അറിയാവുന്ന ഹിന്ദിയൊക്കെ പറഞ്ഞ് പിടിച്ചെടുക്കും. മുളക് ഇത്രയും വേണ്ട, എന്നാലും ഇരിക്കട്ടെ. ഇച്ചിരി മുളക് തോന്നാൻ. ഇതിൽ എരിയില്ലാത്ത മുളകാണ്, ഈ സാധനത്തിന് എരിയില്ല. ഫുഡ് റെഡിയായി, ഈ സാധനത്തിന് എരിയില്ല. മറ്റേത് പിന്നെ ഓക്കെ, കുഴപ്പമില്ല. അത് ചെറിയ മുളകാണ്, അപ്പോൾ നമ്മളിങ്ങനെ അരിയുമ്പോഴത്തേക്ക് അത് വലുതായിട്ട് തോന്നുന്നതാണ്. പിന്നെ ക്യാമറയിൽ അങ്ങനെയല്ലേ, എത്ര കൂറായാലും കാണുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ഫിൽറ്ററൊക്കെ ഇട്ട് വരും. അതാണ് ഈ മുളകിൻ്റെ ഒക്കെ കാര്യം. വലിയ ഗുണമില്ലാത്ത മുളകായാലും ഇതായിട്ടങ്ങ് വരും.
കറക്റ്റ് ഇത് കുറച്ച് സമയം എടുക്കും ഈ സാധനം സെറ്റാക്കി നമ്മൾ അരിയാനായിട്ട്. അത് നോക്കിയത് അല്ലോ ഇവൻ ആരുടെ അതിൻ്റെ ഇടയിൽ ഒരുത്തൻ കിടന്ന് മാമാപ്പണി ചെയ്യുന്നു. ഇവനൊക്കെ എന്താ വേണമെന്ന് എനിക്കറിയാൻ വയ്യ. ഇന്നലെ തൊട്ടേ അവൻ കിടന്ന് നോക്കി. ഞാൻ അവരുടെ അടുത്ത് ഇന്നലെ പറഞ്ഞു ഞാൻ അടുത്ത് പോസ്റ്റ് ആക്കുമെന്ന് പറയും. ചുമ്മാ കിടന്ന് എനിക്ക് കിടന്ന് നിർത്താണ്ട് വീണ്ടും ചുമ്മാ കിടന്ന് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുഖം ഉൾപ്പെടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ദീപു ചേട്ടാ ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. ഐ ആം ചെഫ്. ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കാൽമി. നിനക്കറിയാവോ ഞാനൊക്കെ ഒരു ആരെയും സപ്പോർട്ട് ചെയ്യാതെ ആരെയും ഇതാക്കാതെയാണ് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം വരെയും ഈ സാധനം ഉണ്ടാക്കി പഠിച്ചത്. സ്വന്തമായിട്ടുള്ള കഴിവുകൾ കൊണ്ടാണ് നമ്മൾ മുന്നേറേണ്ടത്. അതറിയാവോ? മറ്റൊരാളെ ഇതല്ല സോ നോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നോക്കട്ടെ എവിടം വരെ എത്തുമെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്ത പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് സംഭവം സ്ലോ ആണ്. ഫേസ്ബുക്ക് ആണെങ്കിൽ ഇച്ചിരി കൂടി സ്പീഡുണ്ട്, യൂട്യൂബ് ഇച്ചിരി കൂടി സ്ലോ. അതായത് കുഴപ്പമില്ല, പോയാൽ നോക്കട്ടെ. അപ്പം ആക്ച്വലി നമ്മൾ ഇത് ചെയ്യുന്നോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയാണ്. ഏതാണ് നമുക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ. കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റ് അല്ലേ പഠിച്ചത്. എങ്ങനെയാണെന്ന് പറഞ്ഞേ കോളിഫ്ലവർ അത് ഉടായ്പ് കാണിക്കുകയാണ്. കോളിഫ്ലവർ കറി വെച്ചിട്ട് ലാസ്റ്റ് അവസാനം തമിഴ്നാട്ടിൽ ഉണ്ടാക്കി തരുന്നതൊക്കെ ആവില്ല. നല്ല മസാലയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വെറൈറ്റി ആയിരിക്കണം. മനു മോഹൻ സോറി യൂട്യൂബിൽ കാണുന്നതല്ലേ? യൂട്യൂബിലുണ്ട് ബ്രോ. വളയത്തെ സ്നേഹിച്ച ലൈവ് ഉണ്ടല്ലേ, അത് ഞാൻ അതിൽ ലൈവ് ഇട്ടോണ്ടിരിക്കുകയാണ്. മനു മോഹൻ സോറിയാ. നീയൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, ശരിയല്ലേ? പിന്നെ കോളിഫ്ലവർ കറി എങ്ങനെയാണ് നല്ല വെറൈറ്റി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ബിജു ബ്രോ. ഞാനത് യൂട്യൂബ് ചാനലിൽ ആ ചാനൽ ലിങ്ക് എടുത്തിട്ട് നോക്കിയാൽ മതി. അതിൽ ലൈവിലുണ്ട് ഞാൻ. അതിലിപ്പോൾ 3-4 പേരുണ്ട്. നോക്കട്ടെ എൻ്റെ മറ്റേ ഫോണിൽ ലൈവ് വരുന്നോന്ന് നോക്കാം. ഞാൻ പറഞ്ഞ ആരിഫ് ഉൽഹ യൂട്യൂബ് ചാനൽ നെയിം ബ്രോ വളയത്തെ സ്നേഹിച്ചവൻ. और मेरा फेसबुक में अंदर यूट्यूब चैनल का लिंक है और थोड़ा चेक करो, आपका मालूम है. अभी मैं थोड़ा पहले में एक पोस्ट में डाला एक चैनल, तो थोड़ा चेक करो. പിന്നെ ഇതാണ് സംഭവം. അപ്പം ഇന്ന് എന്തായാലും ഉണ്ടാക്കണം കറി. ഉണ്ടാക്കുന്ന കറി വെറൈറ്റി ആയിരിക്കണം. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അത്യാവശ്യം ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടു. നേരത്തെ ഞാൻ കുറേ നാളും നമുക്ക് നിർത്തി വെച്ചിരുന്നത്. ഇൻസ്റ്റയും യൂട്യൂബിലെല്ലാം നിർത്തി വെച്ചിരുന്നായിരുന്നു വീഡിയോ. അപ്പോൾ ഇതിൽ ലൈവ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം എൻ്റെ ഇതിലെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അതിന് ലൈക്ക് അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം ഇടുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരും കൂടുതലായിട്ട് വന്നു. ഒരാളെങ്കിൽ ഒരാൾ നമുക്ക് ലൈക്ക് അടിച്ചാൽ മാത്രം മതി. ഒരാൾ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് മതി. അതിൽ കൂടുതലൊന്നും നമുക്ക് വേണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇന്നത്തെ സ്പെഷ്യലി ഉണ്ടാക്കുന്നത് ഇതാണ്.
കോളിഫ്ലവർ ചെറുത് വാങ്ങിച്ചു, പകുതി എടുക്കുക. ഇന്നലെ മറ്റേ ഇത് വാങ്ങിച്ചായിരുന്നല്ലേ നമ്മൾ, എന്തുവാ, മഷ്റൂം. ആ മഷ്റൂമാണ് ഇന്നലത്തെ. പക്ഷെ അതിൻ്റെ പകുതി ഇന്ന് ഇരിപ്പുണ്ട്. അത് ചീത്തയാവും മിക്കവാറും. അത് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചീത്തയാവും. ഞാൻ പിന്നെ വെള്ളം നനച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം. ഇന്നൊരു പോസ്റ്റ് കിട്ടില്ല, ഇന്നൊരു പോസ്റ്റ് ഇടണം. ബിജു ഹായ് ബ്രോ വന്നല്ലേ ഇവിടെ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ബ്രോയ്ക്ക് കിട്ടി. കുൽദീപിന് എന്നാലും കിട്ടിയില്ല. യൂട്യൂബ് ചാനൽ വളയത്തെ സ്നേഹിക്കുന്ന ചാനലുണ്ട് ബ്രോ, അതിൽ കയറുക. അതിൽ കയറി വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാം. കാര്യം ഇതിൽ ചെയ്യുന്നതിനേക്കാൾ നല്ല യൂട്യൂബ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ബെറ്റർ. ഇന്നത്തെ കറി എന്തെങ്കിലും വെറൈറ്റി ആവും ഉറപ്പാണ്. अत्याവശ്യം पोस्ट डालो ब्रो, मैसेज मिला अभी थोड़ा बाद में मैं लास्ट एक पोस्ट है उसका साथ मलयालम लैंग्वेज है. थोड़ा नीचे मेरा लिंक है, वो व्हाट्सएप ना यूट्यूब लिंक है, तो देखो. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടായി പോകണം. ഞാൻ കുറേ നേരം നോക്കുന്നുണ്ട് ഷെയർ ചെയ്യാനായിട്ട് യൂട്യൂബ് ചാനലിൽ. അത് നേരത്തെ കോപ്പിയാണ് അതിൽ. മെസ്സേജ് വിജു ബ്രോ വന്ന്, രശ്മി വന്ന്, ജസ്റ്റ് കിഡിങ് വന്ന്, അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. അത് തോന്നെ ആളൊന്നും കാണാനില്ല. മുമ്പ് കണക്കായിരുന്നു. സുഖി വന്നപ്പോഴും കുറച്ച് ആൾക്കാരിലേ ഉള്ളായിരുന്നു. കുറച്ചങ്ങോട്ടാകുമ്പോഴത്തേക്കും സ്പീഡ് ആയിക്കോളും. ഇപ്പോൾ ആദ്യമാണ് ഇച്ചിരി സ്പീഡ് കുറവ്. സ്പീഡുണ്ടോ ഇതിന്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതാ സ്ലോ ആണോ? ഭയങ്കര സ്ലോ. അതാ സ്ലോ മോഡ്. ഇത് ഞാൻ പറഞ്ഞ എന്ത് കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നതെന്ന് അറിയാമോ? മെസ്സേജ് 5 മിനിറ്റ് ടൈം ഇട്ടേക്കണം. അതാ സ്ലോ മോഡ് ഈസ് ഓൺ. അത് മെസ്സേജ് 5 മിനിറ്റ്, അല്ലാതെ യൂട്യൂബ് പയ്യെ ചെല്ലത്തുള്ളൂ. പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഉള്ളി അറിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കരയുന്നത് അല്ലേ? ഉള്ളി അറിയുമ്പോഴാണ് കരയുന്നത്. നമ്മളെ പണ്ട് എങ്ങനെയായിരുന്നു ഈ മൊബൈല്? ഒരു മെസ്സേജ് കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കറക്കമൊക്കെ കറങ്ങി 2G അങ്ങനെ ഉണ്ടല്ലേ, MMS, ഒരുപാട് കറക്കമൊക്കെ കറങ്ങി വരുമ്പോഴത്തേക്കാണ് നമുക്ക് ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. യൂട്യൂബ് സൗണ്ട് കുറവാ? യൂട്യൂബ് സൗണ്ട് ഉണ്ടല്ലേ അത്യാവശ്യം. മൈക്കിനൊക്കെ സൗണ്ട് ഉണ്ട്. അത് ചിലപ്പോൾ ഇതിൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അത് വേറെ സെറ്റിങ്. ഞാൻ ഇപ്പോൾ അത് ഇന്നങ്ങോട്ട് ഓപ്പൺ ആക്കിയല്ലേ ഉള്ളു. യൂട്യൂബിൻ്റെ ഞാൻ ഇന്നങ്ങോട്ട് ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. ഇന്നും ഓപ്പൺ ആക്കിയുള്ളൂ ബ്രോ. അതാണ് വിഷയം. അതിൻ്റെ ഇനി സെറ്റിങ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ബ്രോയ്ക്ക് ഇത് കിട്ടിയെന്നുണ്ടെങ്കിൽ, ആ ലിങ്ക്, യൂട്യൂബിൻ്റെ ലിങ്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവന് അതിലോട്ടൊന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ കമൻറ്റ് ബോക്സിലോട്ടൊന്ന് ഷെയർ ചെയ്യാമോ? അവിടെ ആ കുൽദീപിന് ലിങ്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു കുറേ നേരം. ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കട്ടായി പോകും. സ്ലോ ആണ്, ഭയങ്കര സ്ലോ ആണ്. ചാനൽ ആക്ടിവിറ്റി നോക്കട്ടെ. എന്താണ് കറി വെക്കുന്ന ഷോർട്സ് ഇടും? കറി വെക്കുന്നത് ഷോർട്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ കറി വെക്കുന്നത്. അതിന് ഇനി എങ്ങനെയാണ് ഞാൻ ഇടേണ്ടുള്ളത്?
കറി വെക്കുന്ന ഓ ബാറ്ററി ലോ 5 സാധനം എന്താ സ്വിച്ചിട്ടില്ലേ? ഓഹോ സ്വിച്ചിട്ടില്ലേ? ഇപ്പോൾ ഓഫായിരുന്നു. മണ്ടൻ കരിച്ച അവിടെ ഒരു സാധനം ഓണാക്കിയിട്ടിരുന്നത് അതിന് ഇട്ടില്ല. അപ്പോൾ ഇതുമായി ഇനി ഉരുളൻകിഴങ്ങ്, തക്കാളി, ഉരുളൻകിഴങ്ങ്. പാത്രം വേണം അല്ലേ? ഞാൻ പാത്രം എടുത്തോണ്ട് ഇപ്പം വരാം. പാത്രം എടുത്തോണ്ട് അലമാരി കിട്ടുവേ. ഇതിലങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സേഫാണ്. തട്ടിക്കഴിഞ്ഞാൽ എല്ലാം താഴെ പോകും. അതാ വിഷയം. എന്നിട്ട് ഉള്ളിയെല്ലാം ഇതിലോട്ടാക്കാം. 2 ഉള്ളി എടുത്തോളൂ. തോനെ ഉള്ളതാണെങ്കിൽ തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ കട്ടിങ് അങ്ങനെയാണ്. അത് പിന്നെ അതിൽ അമേരിക്കയിലൊക്കെ ഇതല്ലായിരുന്നു പരിപാടി. അവൻ പറഞ്ഞ കണക്ക് ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു. അവിടെ നമുക്ക് ഹോട്ടൽ മാനേജ്മെൻ്റ് ഒന്നും അല്ല പറയുന്നത്. അവിടെ ചെന്നൊരു പാത്രം കഴുകില്ലെന്നാണ് പറയുന്നത്. പിന്നെ അതൊക്കെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നു. ഉള്ളി അരിഞ്ഞ് കണ്ണൊക്കെ ഒരുമാതിരി. അടുത്ത മുളക്. ആ മുളകിൻ്റെ സ്റ്റൈല് കണ്ടാ ഞാൻ അരിഞ്ഞ് എന്താ ഇതാണ് മുളകിൻ്റെ സ്റ്റൈല് അരിഞ്ഞത്. മുളകൊക്കെ അരിയണമെങ്കിൽ ഇങ്ങനെ അരിയണം. ഇനി അടുത്ത് തക്കാളി, പഴുത്ത തക്കാളി കേട്ടാ. തക്കാളി തൊട്ട് കഴിഞ്ഞാൽ അവിടെ അരിഞ്ഞു പോകും. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഇന്ന് വെള്ളിയാഴ്ച. ഇത് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഇന്ന് സ്പെഷ്യലാണ്. ഈ ഇറച്ചിക്കറി പോലെ ഇത് വയ്ക്കും. ഇന്നത്തെ കറി അടുക്കളയിൽ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എളുപ്പമാകുമല്ലേ? അതിനു വേണ്ടിയുള്ള പല പരിപാടിയും. തക്കാളി അടിപൊളിയായിട്ട് അരിഞ്ഞത്, പക്ഷെ പഴുത്താണ്ടൊരു നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് വന്നില്ല. കുഴപ്പമില്ല. നൈറ്റ് ചോറാണോ? നൈറ്റ് ഉച്ചയ്ക്ക് വെച്ച ചോറിരിപ്പുണ്ട്. അപ്പം അത് രാത്രിയിലേക്ക് ഉപയോഗിക്കും. ആവശ്യക്കാർക്ക് തനി ഉണ്ടാക്കി തിന്നും. പിന്നെ ഉച്ചയ്ക്ക് വെച്ച ചോറ് ഇരിപ്പുണ്ട്. നമ്മുടെ റൂമിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. അപ്പോൾ അത് ഒരു നേരം വെച്ചാൽ മതി. ആരും ഇല്ലേ? എല്ലാവരും ഇവിടെ എത്ര മണിയായി നാട്ടിൽ? മഴയായിരിക്കും ഇല്ലേ? ആർക്കും കിട്ടുന്നില്ല. അതാണ് സംഭവം. ലൈവ് കാണുമ്പോൾ ഓടി വരുന്നതാണ്. തക്കാളി ഉണ്ടോ? വെറൈറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ എങ്ങനെയെങ്കിലും അരിഞ്ഞാലും മതിയെന്ന്. തക്കാളി അതിൽ കിട്ടിയാൽ മതി. പിന്നെ ഇനി അടുത്ത നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഇതാണ് ഉരുളൻകിഴങ്ങ് അരിയണം. ഉരുളൻകിഴങ്ങ് ഇങ്ങനെ കൂടെ അരിഞ്ഞിട്ട് ഇന്നത്തെ വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇതുണ്ടാകും. അതാണ് വിഷയം. അതിനി എങ്ങനെ ഉണ്ടാക്കി ചെല്ലുമെന്ന്, ഉണ്ടാക്കി തീരുമ്പോഴത്തേക്ക് ഇനി ഏത് രീതിയാകുമെന്ന്. ഞാൻ ഒരു വട്ടം കൊണ്ട് കുവൈറ്റ് വെച്ചാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല.
ഏതാ കോളിഫ്ലവർ. കുവൈറ്റ് വെച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പം എന്താണ് കുറേ നാളായി ഉണ്ടാക്കി. എന്താ പറയുക, മഞ്ചൂരിയ അങ്ങനെ വല്ല പറയാം. സുദീപ് പ്രകാശ്. ബ്രോ ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പോൾ ആടെ ഓക്കെ. അക്കാനക്കായ ഇനി ആഹാരം വെച്ച് കഴിച്ച് ഇങ്ങനെ പോകണം. നിങ്ങൾക്ക് എന്താ ഇറച്ചി അരിയും നമ്മൾ അരിയുന്നല്ലേ? അങ്ങനെയല്ല, പല സൈസ് അരിയല്ല നമുക്ക് ഉള്ളത്. ഇറച്ചി അരിയുന്ന കണക്കാണ് കിഴങ്ങരിയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക വെറൈറ്റി ഉണ്ടല്ലേ. ഇനി അടുത്ത് ഇഞ്ചിയല്ല, വെളുത്തുള്ളി. ക്ലീനിങ്ങിന് വെളിയിൽ നാളെ വിളിക്കണം. നാട്ടിൽ എത്ര മണിയായി? ഇവിടുത്തെ കോളിഫ്ലവർ ഞാൻ യൂട്യൂബ് ചാനലിലും ഇട്ടിട്ടുണ്ട്. ഞാനത് ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞില്ല, യൂട്യൂബ് ചാനലിൽ ലൈവ് ഇട്ടിട്ടുണ്ട്. നോക്കി അത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ സമയം കുറേ ആയി കാണില്ല. രാവിലെ തൊട്ടേ ഫോണുമായിട്ട് തന്നെ പരിപാടിയായിരുന്നു. മൊത്തം ഫോണുമായിട്ടുള്ള പരിപാടിയായിരുന്നു. എങ്ങും പോകാനും പറ്റിയില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് പരിപാടിയുണ്ട്. രണ്ടൊന്ന് വീഡിയോ ഒക്കെ എടുക്കണം. ആ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. എന്താണാവോ സ്പെഷ്യല്? ജസീം ഇത് ബ്രോ, നമ്മളാ കോളിഫ്ലവർ നോക്കണം, ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ഒരു ഇതല്ലേ, ആദ്യമായിട്ട് ചെയ്യുന്ന സാധനമല്ലേ. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു പേടിയൊന്നുമില്ല. ശരിയാവും. പിന്നെ ശരിയായാലും ശരിയല്ല, നമ്മൾ തന്നെ കഴിക്കേണ്ടത്. മഞ്ചൂരി എന്താ പറയുന്നത്, അങ്ങനെയല്ലേ പറയുന്നത്. ഇനി ഇത് നേരെ പകുതിക്കിട്ടങ്ങ് മുറിക്കുക. പകുതി നമ്മൾ എടുക്കുന്നുണ്ടെന്ന്. ഓ സെറ്റ്. ആ മുറിവ് കണ്ട ഈ സാധനം പൊട്ടിപ്പോയ കാര്യമായി. ഇനി ഇത് ഓരോരോ പീസാണ് എടുക്കേണ്ടുള്ളത്. ആ പീസ് എടുക്കുന്നതിന് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് തോന്നുന്നു പറ്റും. അല്ലെ പീസ് എടുക്കാം. പകുതി കട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ കുറേശ്ശെ വരുന്നുണ്ട്. അതൊക്കെ നമുക്കെടുത്ത് കറിയിലിടാം. അല്ലെങ്കിൽ സാധനം ചീത്തയായി പോവും, മിസ്സായി പോവും. നമുക്ക് പീസാക്കി ഇടാം ഇങ്ങനെ, അതായിരിക്കും ബെറ്റർ അല്ലേ.
അല്ലാതെ ഇടുന്നതിനും കഴിയും നല്ലത് അരിഞ്ഞിടാം. എല്ലാ വട്ടവും ഞാനേ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴുകാനും പറ്റത്തില്ല. നമ്മൾ കറക്റ്റ് ഒരു ഷേപ്പിൽ സാധനം കിടക്കുകയും ചെയ്യും. ഇച്ചിരി സാധനം മതി. പുഴു ഉണ്ടാവും. കാര്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. ഒപ്പിലി 6:41. നാട്ടിൽ 6:41 ഞാൻ എണീച്ച് കുറേ നേരം വീഡിയോയുടെ പരിപാടിയിലായിരുന്നു. ഇച്ചിരി പരിപാടിയുണ്ട്. രാത്രിയാവും. പുഴു ഉണ്ടാവും. മഞ്ഞപ്പൊടി ഇടണം. അത് നോക്കണം. അത് ഇല്ല, ഇനിയിപ്പം കഴുകണമല്ലേ. ഇത് ഒരു കഴുകണം. മറ്റേത് ഇങ്ങനെ ഇച്ചിരി പിടിച്ചല്ലേ. ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പീസാക്കിയും വിടുകയാണ്. മറ്റേതിൻ്റെ ഇടയിലാകുമ്പോഴത്തേക്കാണ് പുഴുവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാകുമ്പോഴത്തേക്കും കുറച്ച് പോവും. എന്ന് വെച്ചാൽ കുറച്ച് പൊടി പോലെ പോകും സാധനം. പക്ഷെ അടിപൊളിയായിരിക്കും. ഇതുണ്ടോ, ആഫ്രിക്ക നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് മരം വരത്തില്ലേ, പടം വരയ്ക്കും മരം ഉണ്ടോ, അതേ കണക്കിരിക്കുന്നില്ലേ വരയ്ക്കുന്ന പടത്തിലെ മരം. പടമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് മരം വരത്തില്ലേ, ഇതേ കണക്കാണ് വരയ്ക്കുന്നത്. ഞാൻ നോക്കാം. ഞാൻ പടം വരച്ചില്ല. മഞ്ഞപ്പൊടി ഇടണം. ഇത് മൊത്തം വെച്ചാലേ കറി മൊത്തം വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് ചീത്തയാവുമെന്ന് അറിയത്തില്ലേ. പകുതി എടുക്കാം അല്ലേ, ബാക്കി ഫ്രൈ ആക്കി എടുക്കാം. എങ്ങനെയുണ്ട്? കുറച്ച് ഫ്രൈ ആക്കിയല്ലേ, എന്താ പറയുക. വേണ്ട, മീൻ ഇരിക്കൊണ്ടില്ലേ, ഇത് മതി. ഇന്നത്തേക്ക് രാത്രിത്തേക്ക് പറയാം. ഇപ്പോഴത്തേക്ക് രാത്രിത്തേക്ക് ഇത് മതിയാവും. തോനെയാവും. ഇത് തന്നെ തോനെയുണ്ട്. മഞ്ഞൾപ്പൊടി ഇടണം. മുറിക്കണ്ട, കൈ കൊണ്ട് അടർത്തിയാൽ മതി. എല്ലാം മുറിച്ച് ഇങ്ങനെ വന്നു. കൈ കൊണ്ട് അടർത്തിയാലും വരത്തില്ലെന്ന്. വലിയ പീസായി പോത്തില്ലേ. വലിയ പീസായി പോകും. ഞാൻ അത്രയും വലിയ പീസൊന്നും വേണ്ട, ചെറിയ പീസ്. ഇനി അടുത്ത നമ്മളെ ഇഞ്ചി ഇല്ലേ, ഇഞ്ചി ഞാൻ മറ്റേ ഇതിലിട്ടായിരുന്നല്ലേ, യൂട്യൂബിൽ ലൈവ് ഇട്ടായിരുന്നല്ലേ, കണ്ടില്ലായിരുന്നു? യൂട്യൂബിൽ ഇപ്പോഴും ലൈവ് കിടക്കുന്നതാണ്, പോയി നോക്ക്. യൂട്യൂബിൽ നിന്ന് ഓഫ് ചെയ്തേക്കാം. അതിനിപ്പം നാളെ ലോഡ് ആകുമ്പോഴത്തേക്ക് ചെയ്താൽ എടുക്കും. യൂട്യൂബിൽ ഭയങ്കര സ്ലോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ നല്ല നോക്കട്ടെ. വരും ആര്? ഞാൻ യൂട്യൂബിൽ ഇട്ടല്ലേ, നീ കണ്ട? യൂട്യൂബിൽ ലൈവ് കിടക്കുവാണ്. ഇതല്ല യൂട്യൂബിൽ വരുന്നത്. ഓൾറെഡി ഇപ്പൊ യൂട്യൂബിൽ ഇവിടെ ലൈവ് ഉണ്ട്. യൂട്യൂബിൽ കട്ട് ചെയ്യട്ടാ, അല്ലേ? ആരും ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കട്ട് ചെയ്യാം. ഉണ്ടോ? വന്നു. ഇടയ്ക്ക് ആൾ വരും, ഇടയ്ക്ക് വരും, പോവും. യൂട്യൂബിലും എടുത്ത് ഇടുന്നുണ്ട്. യൂട്യൂബിൽ സംഭവം സ്ലോ ആണ്. നമ്മൾ ഇത് കണ്ട് സ്ലോ ആയതാണ്. ലിങ്ക് വേണം. ലിങ്ക് ഒരാഴ്ച മുമ്പേ ഞാൻ ലിങ്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നത്. ഇത് അപ്പോഴൊന്നും നോക്കാൻ വയ്യായിരുന്നു. അതിപ്പോൾ ഓൾറെഡി ഓണാക്കി കിടക്കുകയാണ്. ലിങ്ക് ഇച്ചിരി മുമ്പ് ഒരു കമൻറ്റ് ഇട്ടായിരുന്നല്ലേ, അല്ല ഇച്ചിരി മുമ്പേ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റിൽ ഒരു ലിങ്ക് കിടക്കണം, പോയി നോക്ക്. ഇച്ചിരി മുമ്പേ ഇതിലിട്ടതിൽ ഒരു ലിങ്ക് ഞാൻ ഇച്ചിരി മുമ്പേ ഇട്ടിട്ടുണ്ട്.
കുറച്ച് മുമ്പേ ഇച്ചിരി മുമ്പ് അവിടെ ഇട്ടതേ ഉള്ളൂ ലിങ്ക്. അതുപോലും നോക്കാനുള്ള സമയം ആർക്കും ഇല്ലേ, വേറെ ജോലിയിലില്ലേ. നമ്മളെ നാട്ടിലെ ഇഞ്ചി അടിപൊളി കേട്ടാ, സൂപ്പറിന് അരിഞ്ഞു പോകും. അയ്യോ, ആരും പേടിക്കണ്ട, ഞാൻ തുമ്മിയതാ. ആരും പേടിക്കണ്ട, തുമ്മലൊന്നും അങ്ങനെയാണ്, തണുപ്പടിച്ച തുമ്മലാണ്. ഇങ്ങനെ ഇഞ്ചിയും കൂടി അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി കറി വയ്ക്കും. എന്താ പറയുക, ഇഞ്ചിയും കൂടി അരിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി കറി വയ്ക്കാം. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക്, പോയി നോക്കാതെ കണ്ണു തുറന്ന് നോക്ക്. ഫേസ്ബുക്കിൽ ഇച്ചിരി മുമ്പേ ഒരു പോസ്റ്റ് അങ്ങോട്ട് ചെയ്തേ ഉള്ളൂ, ആ പോസ്റ്റിൽ തന്നെ എടുത്തിട്ടുണ്ട് ലിങ്ക്. ഇനി എന്തുവാണ്, ഇനി വെളുത്തുള്ളിയും കൂടി ഉള്ളു. വെളുത്തുള്ളിയും കൂടി വെച്ച് കഴിഞ്ഞാൽ കറി തീർന്നു. അല്ല, കറിയായി. വെളുത്തുള്ളി അരിഞ്ഞ കറിയാകത്തില്ല, വെക്കണം. ഷടാ, വെളുത്തുള്ളി ഇപ്പോൾ ഒരിടത്ത് വെച്ച് സംഭവം വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ലേ, ഇനി എന്തിനാ തിരക്കുന്നത്? വെളുത്തുള്ളി നേരത്തെ അരിഞ്ഞിട്ട്. പിന്നെ ആൾക്കാരാണോ, വെളുത്തുള്ളിയൊക്കെ നേരത്തെ അരിഞ്ഞിട്ടില്ലേ, പിന്നെ വീണ്ടും വെളുത്തുള്ളി തിരക്കി കഴിഞ്ഞാൽ കിട്ടുമോ? അയ്യാ, നിങ്ങൾ കാര്യം ചെയ്യാം, ഒരെണ്ണം ഓഫ് ചെയ്യാം. ഒരെണ്ണം ഓഫ് ചെയ്തിട്ട് ഫേസ്ബുക്കും കൊണ്ട് നേരെ അടുക്കളയിൽ പോവാം. എന്താ പറയുന്നത്, അതെനിക്ക് ശരിയാണ്. ഇത് 42 മിനിറ്റായി, അത് ഓഫ് ചെയ്യാം. ഇൻഡസ്ട്രി വ്യൂ 11 കണക്ഷൻ ആവറേജ് 4 മിനിറ്റ്. 11 പേരെ അന്ന് കണ്ടിട്ട് പോയത്. എഡിറ്റ് സ്റ്റുഡിയോ. പിന്നെ ലൈവ് സ്ട്രീം പോയല്ല 30 സെക്കൻഡ് മുമ്പ് ആക്ടിവീസ് ഇപ്പം ഇതിലിട്ടേ വന്നത്. അതിൻ്റെ 9, 10, 11 ഒന്നല്ല നമ്മളെ പറ്റിക്കും. അങ്ങോട്ട് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി, 40 പല പെരുന്നാളും കടന്നു പോയി, ഞാനും ഈ കാലം മൂടി ഞാൻ
സൗണ്ടില്ല യൂട്യൂബിൽ. അയ്യോടാ, യൂട്യൂബിലെ കുഴപ്പം അതാണ്, സൗണ്ട് കുറവ്. യൂട്യൂബ് വീഡിയോ വന്നിട്ടുണ്ട്, അപ്ലോഡ് ആയിട്ടുണ്ട്, പക്ഷെ സൗണ്ട് ഇല്ല. നോ വ്യൂസ് സ്ട്രീംഡ് 44 മിനിറ്റ്. നോ റിസ്ട്രിക്ഷൻ ഓഫ് വീഡിയോസ്. നോ. അപ്പോൾ ലാപ്പിൽ കൊടുത്തിട്ട് കാര്യമില്ല. ലാപ്പിൽ കൊടുത്തിട്ട് കാര്യമില്ല. അതാണ് അളിയാ പണിയായടിയാ. ഒരു കാര്യം കൂടി നോക്കാം. ചാർജ് കയറിയാ എന്തായി? ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടേ ഒന്നുകൂടി വരാം. കാര്യം ചെറിയൊരു പരിപാടി.